PSCയിൽ ബയോളജി സെക്ഷനിൽ രോഗങ്ങളെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഇതിനകത്ത് കരളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന 3 ടൈപ്പ് രോഗങ്ങളാണുള്ളത്. ഒന്നാമത്തത് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും, 2 ലിവർ സിറോസിസ്, 3 ഫാറ്റി ലിവർ. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഒരു വൈറസ് രോഗമാണ്. ഇതിനെ പല തരത്തിലായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും ഗുരുതരമായിട്ട് കണക്കാക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. അത് ശരീരദ്രവത്തിലൂടെയൊക്കെയാണ് പകരുന്നത്. അടുത്തതാണ് ലിവർ സിറോസിസ്. ലിവർ സിറോസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കരളിലെ കോശങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയോ അതല്ലെങ്കിൽ നശിച്ചു പോവുകയോ ചെയ്യുന്നതിനെയാണ്. ഈ പറയുന്ന കരളിലെ കോശങ്ങളെയാണ് നമ്മൾ ഹെപ്പറ്റോസൈറ്റുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കരളിനുമായി ബന്ധപ്പെട്ടിരുന്ന പഠനത്തെ ഹെപ്പറ്റോളജി എന്ന് നമ്മൾ പറയും. അടുത്തതാണ് ഫാറ്റി ലിവർ. കരളിൽ കൊഴുപ്പടിഞ്ഞത് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഈ പറയുന്ന ഫാറ്റി ലിവർ. അപ്പോൾ ഇതിനകത്ത് തന്നെ മറ്റൊരു ചോദ്യം കൂടി ഉണ്ട്. ഏത് ആന്തരിക അവയവത്തിലാണ് കൊഴുപ്പ് ശേഖരിച്ചു വെക്കുന്നത്? അത് ഈ പറയുന്ന പോലെ തന്നെ കരളിലാണ്. അതുപോലെ തന്നെ നല്ല കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുന്നത്, യൂറിൻ ഉൽപ്പാദിപ്പിക്കുന്നത്, താപം ഉൽപ്പാദിപ്പിക്കുന്നത് ഒക്കെ ഈ പറയുന്ന പോലെ തന്നെ കരളാണ്. ഇനി ലാസ്റ്റ് ഒരു കറണ്ട് അഫയർ കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ പറയുന്ന സെക്ഷൻ നിർത്താം. 2025 കരൾ ദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രമേയം എന്താണെന്ന് വെച്ചാൽ എ ഹെൽത്തി ലിവർ സ്റ്റാർട്ട്സ് വിത്ത് ഹെൽത്തി ഫുഡ്. അതുപോലെ തന്നെ ലോക കരൾ ദിനം ഏപ്രിൽ 19-ാം തീയതി.